വന്നേ, ഒന്ന് വന്നേ. ഓടിവായോ, പുലി ഇറങ്ങിയ. ഹലോ ഹലോ, MLA വീടാണോ? അല്ല, ഇത് എന്റെ വീടാണ്. താങ്കൾ ആരാണ്? ഞാനാണ് ഇവിടുത്തെ MLA. സോറി സാർ, റോങ് നമ്പർ. ശരി. നമ്മുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി 6 പേരെ കൊന്നു. ദൈവമേ, പുലി ഇറങ്ങി 6 പേരെ കൊന്നോ? അതെ. എടോ, കേവലം 10 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച MLA അല്ലേ ഞാൻ? അതെ. അതിൽ ഇപ്പൊ തന്നെ 6 എണ്ണത്തിന് പുലി കൊന്ന്. ഇനി ബാക്കി 4 എണ്ണവും കൂടിയല്ലേ ഉള്ളൂ. എടോ, അതുങ്ങളെ കൂടി ആ പുലി കൊല്ലുന്നതിന് മുമ്പ് ആ നശിച്ച പുലിയെ ഒന്ന് കൊല്ലാൻ നോക്കണോ? എന്റെ പൊന്നു സാറേ, ഞങ്ങള് പഠിച്ചപടി പാട്ട് നോക്കി നടന്നില്ല. ഇവിടെ വെടിവെക്കാൻ ഓർഡറോ? സാറ് വെടിവെക്ക്. ദൈവമേ, ആ പുലി ചത്ത് കിട്ടിയ ഞാനൊരു 10 വെടി വച്ചേക്കാവേ. പുലി ചത്തട്ട് വെടിവെച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഈ പുലിയെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഞാൻ ഇന്ന് തന്നെ ചൈനയിലേക്ക് പോയിട്ട് വരാം. ചൈനയിലേക്ക് പുലി ചാവണേക്കുമ്പ് വെടിവെക്കണം. പുലി ചാവണേന് മുമ്പ് വെടിവെക്കാൻ പറ്റിയ ആരാടോ ഇന്ന് ഈ കേരളത്തിലുള്ളത്? ഇപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒറ്റൊരു വെടിവെപ്പുകാരനേ ഉള്ളൂ. അതാരാ? ശിക്കാരി ശംഭു. എന്നാ സമയം കളയാതെ ശംഭുവിനെ വിളിച്ചു നോക്ക്. ഹലോ ഹലോ ഹലോ, ശംഭു ഉണ്ടോ? അയ്യോ, തീർന്നു പോയല്ലോ മോനെ. വേണ പാൻപരാഗ് തരാം കേട്ടോ. ഹലോ, ശംഭു ചേട്ടന്റെ വീടാണോ? ശംഭു മഹാദേവ്. എന്താ മോനെ ദിനേശാ കാര്യം? ശംഭു ചേട്ടൻ ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി 6 പേരെ കൊന്നു. വളരെ സന്തോഷം. അതിന് ഞാൻ എന്ത് വേണം? എന്റെ പൊന്നു ശംഭു ചേട്ടൻ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ പുലിനെ ഒന്ന് വെടിവെച്ച് കൊന്നു തന്നെ. ഓക്കെ, നിങ്ങളുടെ 3ാമത്തെ പിക്കിൽ ഐസ്ക്യൂസ് വീഴുമ്പോൾ ഞാൻ അവിടെ തിരിക്കും ഒരു സവാരി ഗിരിഗിരി നടത്താൻ. ഓക്കെ ഓക്കെ. എന്റെ പൊന്നു ദൈവമേ, ശംഭു എത്രയും പെട്ടെന്ന് ഒന്ന് എത്തിയാ മതിയായിരുന്നു. എന്റെ പൊന്നു ശംഭു, ഞങ്ങളുടെ പഞ്ചായത്തിൽ പുലി ഇറങ്ങി ആകെ നാശം ചെയ്തുകൊണ്ടിരിക്കുക. ശംഭു എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ആ പുലിനെ ഒന്ന് കൊന്നു തന്നം. പുലിയൊക്കെ ഞാൻ പിടിക്കാം. അട്ടെ, നിങ്ങൾ ഈ പുലി എവിടെ കെട്ടിയിട്ടിരിക്കുന്നത്? എന്റെ പൊന്നു ശംഭു ചേട്ടാ, പുലിനെ പിടിച്ചിട്ട് വേണ്ട കെട്ടിയിടാൻ. പുലി ഇതുവരെ പിടിച്ചിട്ടില്ലേ? ആ പുലിനെ പിടിക്കാനല്ല ചേട്ടനെയും കൂടി കെട്ടിയെടുത്തത്. അത് ശരി. ഈ പുലിയെ പിടിക്കാന്നൊക്കെ പറഞ്ഞാലേ ഇച്ചിരി കാശ് മുടക്കുള്ള പരിപാടിയാ. എത്ര രൂപ ആണെങ്കിലും ഞങ്ങൾ മുടക്കാൻ തയ്യാറാണ്. ആട്ടെ, നിങ്ങൾ എത്ര രൂപ തരും? ചേട്ടൻ ഈ പുലിയെ കൊന്നാൽ ഞങ്ങളുടെ പഞ്ചായത്ത് ഒരു 1 ലക്ഷം റുപ്പീസ് വരെ ചേട്ടന് തരും. 1 ലക്ഷം രൂപ? ആർക്ക് വേണം നിങ്ങളുടെ ഈ 1500 രൂപ? എനിക്കൊരു 950 രൂപ എങ്കിലും കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ പിടിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്റെ പൊന്നു ശംഭു ചേട്ടാ, എന്തെങ്കിലും ഒന്ന് കുറച്ചതാ. അവസാനമായിട്ട് ഞാൻ പറയണം, ഒരു 100 രൂപ എങ്കിലും എനിക്ക് കിട്ടില്ലെങ്കിൽ ഞാൻ ഈ പുലിയെ ടച്ച് ചെയ്ത് ഉറപ്പിച്ച് 1000 ഇനി കൂട്ടരുത്. 1000 രൂപയിൽ ഫിക്സ് ചെയ്ത് സമ്മതിച്ച്. അപ്പൊ പുലിനെ എത്രയും പെട്ടെന്ന് പോയി കൊന്നോ? ഈ പുലിയെ പിടിക്കാൻ പറഞ്ഞോ? പുലിയെ പിടിക്കാൻ പുലി എന്റെ അളിയനൊന്നുമല്ല. ഞാൻ പറയുന്ന ഒരു സാധനം സംഘടിപ്പിച്ച് തന്നെങ്കിൽ മാത്രമേ എനിക്ക് പുലിയെ പിടിക്കാൻ പറ്റൂ. എന്ത് പണ്ടാരം വേണമെങ്കിലും ഞങ്ങൾ സംഘടിപ്പിച്ചു തരാം. പണ്ടാരം കിട്ടിയിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഒരു പശുവിന്റെ തോല് സംഘടിപ്പിച്ചു. പശുവിന്റെ തോല് എടോ, ആയും പൊളിച്ച് കഥ പോയി പശുവിന്റെ തോലൊപ്പിക്കും. പശുവിന്റെ തോല്. ഓ ചെല്ലി. ഓക്കെ. ചെല്ലി. ചിങ്കിടിയാന്നും പറഞ്ഞ് പുറകെ നടക്ക്. ഞാൻ ഈ 6ാം വാർഡിൽ അറിയപ്പെടുന്ന ഒരു MLA ആണ്, അതുകൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ അറിഞ്ഞില്ല. അല്ല, നമുക്ക് ഈ പുലിയെ കൊല്ലാൻ തോക്ക് പോരെ? എന്തിനാ പശുവിന്റെ തോല്? അതാണ് കിഡ്നി വേണോ? അത് ഞാൻ രാവിലെ ഇഡലിയുടെ കൂടെ കഴിച്ചല്ലോ. എന്ത് കിഡ്നി? അത് ചട്നി. ഇത് കിഡ്നി, അതായത് ബ്രെയിൻ ട്യൂമർ. നമ്മൾ എന്ത് ചെയ്താലും വെറൈറ്റി. എന്താണ് ഇതിലുള്ള വെറൈറ്റി? പറഞ്ഞുതരാം. ഞാൻ ഈ പശുവിന്റെ തോൽ വിട്ടുകൊണ്ട് കാടിന്റെ വിജനമായ ഒരു സ്ഥലത്ത് പോയി ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ പുലി പശുവാണെന്ന് കരുതി എന്നെ പിടിക്കാൻ വരുമ്പോൾ ഞാൻ ഈ തോക്കെടുത്ത് ഒറ്റപടി പുലി ക്ലോസ്. ബെസ്റ്റ് ഐഡിയ, ബെസ്റ്റ് ഐഡിയ. എങ്ങനെയെങ്കിലും പുലിനെ ഒന്ന് കൊന്നാ മതി. ശംഭു പുലിയെ കൊന്ന് തിരിച്ചെത്തിയാൽ നാളെ വൈകിട്ട് ഞങ്ങളുടെ പഞ്ചായത്ത് ശംഭുവിന് ഇവിടെ ഉജ്ജ്വലമായ സ്വീകരണം ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, സ്വീകരണ നടപടികൾ ആരംഭിച്ചോളൂ. ഞാൻ പുലിയുമായി സ്പോട്ടിലെത്തിക്കോളാം. ഓക്കെ. നമ്മുടെ നാട്ടിലെ 8 യുവാക്കളെ കൊന്നൊടുക്കിയ ആ ക്രൂരനായ പുലിയെ കൊന്നുകൊണ്ട് ഏതാനും നിമിഷങ്ങൾ ശിക്കാരി ശംഭു ചേട്ടൻ ഈ വേദിയിലെത്തുന്നതാണ്. ഈ വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA തങ്കപ്പ സാറിന്റെ നേതൃത്വത്തിൽ അനുമോദന ചടങ്ങ് നടക്കുന്നതാണ്. ഈ അനുമോദന ചടങ്ങിലേക്ക് നല്ലവരായ നാട്ടുകാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ അനുമോദന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാമെന്ന് ഏറ്റിട്ടുള്ള നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് വത്സല മേനോട് എത്തിച്ചേർന്നിട്ടുണ്ട്. വത്സല മേനോൻ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ശ്രീ വത്സല മേനോൻ. ഈ സ്വാഗത പ്രസംഗത്തിന് വേണ്ടി വത്സല മേനോൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA ശ്രീ തമ്പക്കൻ സാർ, നമ്മുടെ പഞ്ചായത്തിൽ സത്യത്തിൽ പുലി ഇറങ്ങി എന്ന് കേട്ടപ്പോൾ ഞാൻ പലരുമായി ബന്ധപ്പെട്ടു. പക്ഷെ എല്ലാവരും എന്നെ കൈയൊഴിയാണ് ഉണ്ടായത്. 1986-ലാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ പേപ്പട്ടി ഇറങ്ങുകയുണ്ടായി. ആ പേപ്പട്ടി അന്ന് വെടിവെച്ച് വീഴ്ത്തിയത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീമാൻ
കുട്ടപ്പൻ ചേട്ടനായിരുന്നു. ഞാൻ ഒട്ടും മടിച്ചില്ല. അന്ന് തന്നെ ശ്രീമാൻ കുട്ടപ്പൻ ചേട്ടനുമായി ഞാൻ ബന്ധപ്പെട്ടു. അപ്പോഴാണ് ആ സത്യാവസ്ഥ ഞാൻ അറിഞ്ഞത്. കുട്ടപ്പൻ ചേട്ടന് ഉന്നമില്ല എന്നുള്ള വിവരം. ഞാൻ ഒട്ടും മടിച്ചില്ല. ഇനി ആരുമായി ബന്ധപ്പെടും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ തമ്പക്കൻ സാർ എന്നോട് പറഞ്ഞു, പുലിയെ പിടിക്കാൻ ശംഭു എത്തിയിട്ടുണ്ടെന്ന്. ശംഭുവിനെ പുലി പിടിക്കട്ടെ, തെറ്റിപ്പോയി, പുലിയെ ശംഭു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, അടുത്ത ഈ പ്രാസംഗിക വേദിയിൽ എത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട MLA തങ്കപ്പ സാറാണ്. തങ്കപ്പ സാറിനെ ഞാൻ വേദിയിലിരിക്കുന്നു. തങ്കപ്പ സാർ, പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളോട് വളരെ കുറേ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള ത്രാണിയില്ല. അതെല്ലാം ഇവിടെ നഷ്ടപ്പെട്ടു. ഇനി ഒരിറ്റ് ജീവൻ മാത്രമേ എൻ്റെ ഉള്ളിൽ കിടപ്പുള്ളൂ. അത് വച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുക. എന്നോടൊന്നും തോന്നരുത്. നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, ആ ക്രൂരനായ പുലിയെ കൊന്നുകൊണ്ട് ശിക്കാരി ശംഭു ചേട്ടൻ ഇതാ വിജയശ്രീ ലാളിതനായി ഈ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ശിക്കാരി ശംഭു ചേട്ടൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് പറ്റി ശംഭു ചേട്ടാ? എന്ത് പറ്റി? എന്റെ എല്ലാ പദ്ധതി പൊട്ടി പാളിഷായി പോയി മക്കളെ. എന്ത് പറ്റി? പുലിനെ കൊന്നില്ലേ? നീയൊക്കെ മിണ്ടരുത്. നീയൊക്കെ എന്നോട് ചതി. ഞാൻ എന്ത് തെറ്റ് ചെയ്ത് മക്കളെ നിങ്ങളോട്? എന്ത് തെറ്റ് ചെയ്തെന്നോ? ഞാൻ ഈ പശുവിന് തോല് വിട്ടോണ്ട് അവിടെ പോയി നിന്നപ്പം ഈ കൂട്ടത്തിൽ ആരാടാ ആ മൂരിക്കാളെ അങ്ങോട്ട് അഴിച്ചു വിട്ടത്? എന്റെ